ഇന്നത്തെ റെസിപ്പി വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാസ്ത റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പെനെ പാസ്തയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിലുള്ള പാസ്തയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള പാസ്ത വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു പാസ്തയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 6 to 7 കപ്പോളം വെള്ളം ഗ്യാസിൽ ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ വെള്ളം ചൂടായി തുടങ്ങി, ചെറിയ ചെറിയ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്കൊരു 1/2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാസ്ത ഉണ്ടാക്കുമ്പോൾ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം ഓയിലിൻ്റെ ക്വാണ്ടിറ്റിയാണ് കേട്ടോ. ഒരുപാട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കരുത്. കാരണം നമ്മൾ ഒരുപാട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ പാസ്ത സോസുമായിട്ട് കോട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ സോൾട്ട് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പാസ്തയിലേക്ക് സോൾട്ട് പിടിക്കത്തില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു റെസിപ്പിയിൽ. ഇനി നമ്മൾക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പാസ്ത അടിയിൽ ഒട്ടിപ്പിടിച്ച് പോകും. അതുകൊണ്ടാണ് നല്ലോണം മിക്സ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ദാ ഞാൻ ഈ ഒരു റെസിപ്പിയിൽ ഒരു 80% മാത്രമാണ് പാസ്ത വേവിച്ചെടുക്കുന്നുള്ളൂ. ഇപ്പോൾ ദാ നമ്മുടെ പാസ്ത ഒരു 80% കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ചെറിയൊരു വൈറ്റ് റിങ് ഫോം ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ഒരുപാട് വൈറ്റ് റിങ് വരരുത്, ചെറുതായിട്ടേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിലാണ് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിലെ വെള്ളം ഫുള്ള് ഊറ്റിക്കളഞ്ഞതിന് ശേഷം റണ്ണിങ് വാട്ടറിലൊന്ന് കഴുകിയെടുക്കാണ് കേട്ടോ വേണ്ടത്. ഓവർ കുക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ദാ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാസ്തയിലേക്ക് വേണ്ട വെജിറ്റബിൾസ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാണ്. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1 ടീസ്പൂൺ വെളുത്തുള്ളിയാണ് കേട്ടോ, അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ റോസ് സ്മെൽ ഒന്ന് പോയാൽ മാത്രം മതിയാവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയ സവാളയാണ്, അത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ, അത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതിയാകും. ഇതാ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതിയാണ് കേട്ടോ, ക്യൂബ്സായിട്ട് കട്ട് ചെയ്താണ്, അത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ റെഡ് കളർ ക്യാപ്സിക്കം ആണ്, ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രീൻ കളർ ക്യാപ്സിക്കവും പകുതി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. സ്വീറ്റ് കോൺ ആഡ് ചെയ്യേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം, മഷ്റൂം ആഡ് ചെയ്യേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം, അതല്ല ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. നമുക്കിത് ഒരുപാട് കുക്ക് ചെയ്തൊന്നും എടുക്കുകയൊന്നും വേണ്ട, നമ്മൾ കടിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യണം. ഇതിപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ആദ്യം ഒരു 4 ടേബിൾ സ്പൂണോളം ബട്ടറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം മൈദ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 4 ടേബിൾ സ്പൂൺ ബട്ടറിന് 4 ടേബിൾ സ്പൂൺ മൈദ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മൈദയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്, ഒരു യെല്ലോ ഷെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ടൈം. നമുക്കിതിലേക്ക് ഇനി പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാസ്തയ്ക്ക് 2 കപ്പ് പാലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പാൽ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത്, ഗ്രാജുവലി കുറേശ്ശെ വേണം ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും മൈദ ആയതുകൊണ്ട്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് ലംസ് ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് നല്ല സ്മൂത്തായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ ദാ ഞാൻ ലംസൊന്നും ഇല്ലാണ്ട് നല്ല ക്ലിയർ ആയിട്ട് സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, ഒരു 1/4 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ് ആണ് കേട്ടോ. അപ്പോൾ ഇറ്റാലിയൻ സീസണിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മിക്സഡ് ഹെർബ്സ് ആഡ് ചെയ്താലും മതിയാവും. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കൊരു ചെറുതായിട്ടൊരു
തിക്കായിട്ട് വരണം നമ്മുടെ സോസ്. ഇപ്പോൾ ഇതാ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സോസ് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതുപോലൊരു സ്പൂൺ വെച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ടാവണം. ഒരുപാട് തിക്കും അല്ല, എന്നാൽ ഒരുപാട് റണ്ണി അല്ലാത്തൊരു കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. നമുക്ക് പാസ്തയും വെജിറ്റബിൾസും ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള പാസ്തയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ വൈറ്റ് സോസ് പാസ്തയും വെജിറ്റബിളും ആയിട്ട് നല്ലോണം കോട്ടാവണം. അപ്പോൾ എല്ലാ സൈഡും കവർ ആവുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ പാസ്ത ഒരു 80%ഓളമാണ് കുക്കായിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു 2 മിനിറ്റോളം ഈ ഒരു സോസിൽ കിടന്നിട്ട് വേണം പാസ്ത കുക്കായി വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ടൈമിൽ മിക്സ് ചെയ്യുന്ന ടൈമിൽ സോസ് ഒരുപാട് കട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്കൊരു 2 ടേബിൾ സ്പൂൺ വാട്ടറോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാലോ ആഡ് ചെയ്തതിന് ശേഷം അത് ലൂസാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ പാസ്ത നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫൈനലായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ചീസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു നോർമൽ ഷ്രെഡഡ് ചീസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ചീസൊക്കെ നല്ലോണം മെൽട്ടായിട്ട് വരണം. ഇപ്പോൾ ഇതാ നമ്മുടെ ചീസൊക്കെ നല്ലോണം മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇതാ നമ്മുടെ ക്രീമി ആൻഡ് ചീസി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്